ഡൽഹിയിൽ നിർഭയ സംഭവം ഉണ്ടായല്ലോ, ഒരു സഹോദരി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. എന്റെ ഓർമ്മ കറക്റ്റ് ആവണമെന്നില്ല. പാർലമെന്റിൽ അതിനുശേഷം നിയമനിർമ്മാണം ഉണ്ടായി. ഏറ്റവും കൂടുതൽ സ്ത്രീ ഫേവർ ആയിട്ടുള്ള ഒരു സങ്കല്പം ഈ ലേഡീസ് ബദലുകളാണ്. ഇപ്പൊ ഷീ ടാക്സി, ഷീ ഹോസ്റ്റൽ, ഷീ ഹോസ്പിറ്റൽ, അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് അന്ന് കേരളം ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ആ സമയത്ത്, ഞാനൊരു പക്ഷത്തേക്ക് ചായുകയല്ല, തിരുവനന്തപുരത്തും മറ്റും പ്രധാന സിറ്റികളിലൊക്കെ ഈ ഷീ ടാക്സി ഒക്കെ വന്നിരുന്നു. അപ്പൊ അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഗവൺമെന്റ് സ്വീകരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഫലത്തിൽ ഒത്തുവന്നു. ഒരു പഴഞ്ചൻ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിന്റെ പല കാര്യങ്ങളും, അതൊരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാൻ പറഞ്ഞത്, പഴഞ്ചൻ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിന്റെ പല കാര്യങ്ങളും ഇന്ന് ഈ 2025 നമ്മുടെ സമൂഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ ജനാധിപത്യപരമായ ഡയലോഗ് എന്ന് പറയുന്നത് ഏകദിശയിലേക്ക് മാത്രം ഒഴുകരുത്, എത്രത്തോളം ഇസ്ലാമിനെ ജനാധിപത്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റും എന്നതും ചർച്ചയിൽ വരണം. ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് പറയുന്ന സോക്കോൾഡ് മൂല്യങ്ങളെ എത്രത്തോളം നമ്മളുടേതാക്കി മാറ്റാം എന്നുള്ള ഒരു ചർച്ച മുസ്ലിം സമൂഹവും ചെയ്യണം എന്നുള്ളതാണ്.